ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. സെൽഫ് ലവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. സെൽഫ് ലവ്, നമ്മൾ സ്വന്തമായിട്ട് സ്നേഹിക്കണം, സ്വയം സ്നേഹിക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും ഈ സെൽഫ് ലവ്? അപ്പോൾ നമ്മൾ സെൽഫ് ലവിൽ ഞാൻ ചെറിയൊരു സന്ദർഭം ആദ്യം പറയാം. ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്ന ഒരു പക്ഷി, നിങ്ങൾ ചിന്തിക്കൂ, അതായത് ഒരു പക്ഷി ഒരു മരക്കൊമ്പിൽ ഇങ്ങനെ, പക്ഷി മരക്കൊമ്പിൽ ഇരിക്കുമ്പോൾ പക്ഷി എന്താ ചിന്തിക്കുന്നത്? പക്ഷി ഒരിക്കലും മരക്കൊമ്പ് എൻ്റെ ആ കൊമ്പ് താഴെ പൊട്ടി വീഴുമോ എന്നൊരു ചിന്തയെ ആ പക്ഷിക്ക് വരുന്നില്ല. പക്ഷി അതിലപ്പുറം പക്ഷിനെ ചിറകിനെ പക്ഷി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എന്താ പറയുക, അയ്യോ അത് താഴെ ഇപ്പൊ പൊട്ടി വീഴല്ലോ എന്ന് ചിന്തിക്കുന്നേ ഇല്ല. അപ്പൊ അതുപോലെയാണ് നമ്മളെല്ലാവരും. നമ്മളെ അങ്ങനെ അത് ശരിക്കും ഒരു സെൽഫ് ലവിന് ഒരു ഉദാഹരണമാണ് ആ ഒരു ആ പക്ഷിയുടെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ നമുക്ക് നമ്മളെ ചിറകിന് അതേപോലെ ഒരു വിശ്വാസം വേണം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് വേറൊരു കാര്യത്തിനെ കുറിച്ചും ബോധരാകാൻ ആവശ്യമില്ല. അപ്പൊ അതാണ് ആ പക്ഷിയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയോ, നമ്മളെ സ്നേഹിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മളെ ആരും സ്നേഹിക്കാനില്ല, നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമുക്കൊരു കാര്യം ഉണ്ടാവുള്ളൂ. നമ്മളെ ആഗ്രഹങ്ങൾ, നമ്മളെ ഇഷ്ടങ്ങൾ, നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പക്ഷെ നമ്മൾ ആ ഇഷ്ടങ്ങളൊക്കെ ചില സമയത്ത് ചില കാര്യങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു ആഗ്രഹങ്ങളായാലും കുഞ്ഞു സന്തോഷങ്ങളായാലും എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം. എന്നാലും നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി നമ്മളത് ചെയ്യണം. അതൊരു സെൽഫ് ലവിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്നേഹം, അതുപോലെ ശ്രദ്ധ എന്ന് പറയുന്നത്, അതൊക്കെ ഓരോ കാര്യങ്ങളാണ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ യാചിച്ച് വാങ്ങിയിട്ട് ഒരു കാര്യമില്ല സ്നേഹം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്ക് അതുപോലെ തന്നെയാണ് കൊടുക്കുന്നതും. നമ്മൾ സ്നേഹം ഒരാൾക്ക് കൊടുക്കുന്നതും വാങ്ങുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ ഒരാളോട് നമുക്ക് സ്നേഹം വേണമെന്ന് പറഞ്ഞ് യാചിച്ച് വാങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കട്ടെ, അത്രേ ഉള്ളൂ. അപ്പം നമ്മളെ സ്നേഹിക്കുക, നമ്മളെ ആഗ്രഹങ്ങൾ, നമ്മളെ ഇഷ്ടങ്ങൾ അതെല്ലാം നമ്മൾ ചെയ്യുക. പിന്നെ നമ്മളെ സെൽഫ് ലവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് സെൽഫ് ലവ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്നറിയോ? നമ്മളെ കാര്യങ്ങളിൽ തന്നെ നമ്മൾ കൂടുതൽ ബോധറാവും. നമ്മളെ കാര്യങ്ങൾ മീൻസ് നമ്മളെ ആരോഗ്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. ചിലവരൊക്കെ വ്യായാമം ചെയ്യാനും ജിമ്മിൽ പോകുന്നതും ഒക്കെ എന്താണ്, അങ്ങനെയുള്ള ടൈപ്പ് ആൾക്കാർ എന്താണ്, അവരെ കാര്യങ്ങൾ സ്വന്തമായിട്ട് അവർക്കൊരു ഇഷ്ടമുണ്ട്, സ്വന്തമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ഇഷ്ടമുള്ള ഹോബീസ്, അത് ചെയ്യാൻ ശ്രമിക്കുക, അത് ചെയ്ത് മുന്നോട്ട് പോവാം. ഇപ്പം എന്ത് ഹോബീസ് ആണെങ്കിലും. ഇനിയിപ്പോൾ അതാണ് സെൽഫ് ലവിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എന്താണ് ആഗ്രഹം, അപ്പം അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കാൻ പാടില്ല. ഇപ്പം നമ്മളെ ആഗ്രഹം, നമ്മളെ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് നമ്മളത് മാത്രമാണ്. അത് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല. അതാണ് സെൽഫ് ലവ്. അപ്പം നമ്മളെ കെയർ ചെയ്യാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇപ്പം നമ്മളെ സാഹചര്യം ഒരുപാട് തിരക്കുള്ള ഓരോ നാളുകളിലൂടെയാണ് നമ്മൾ ഓരോ ഇതനുസരിച്ച് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും നമുക്കായിട്ട് ഒരു കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ മാറ്റിവെക്കണം. ഒരു 5 മിനിറ്റ് ആയിക്കോട്ടെ, നമുക്ക് ചെറിയ സന്തോഷം കിട്ടുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ. അപ്പം നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകുന്ന ഒരാളാണ്. ഇപ്പോൾ പഠിക്കുന്ന ഒരാളാണ് സംബന്ധിച്ച് അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും, അതിൻ്റെ ടെൻഷൻസ് ഉണ്ടാവും. അതിൻ്റെ ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ വേറെ കാര്യങ്ങൾ വന്നപ്പോൾ അതിനെക്കുറിച്ച് മനസ്സ് ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ? അപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരാളാണ്, സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സ് ഭയങ്കര ടെൻഷനായിരിക്കും പഠിക്കാനുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവരെ ഫുഡ് രാവിലെ നേരത്തെ എണീറ്റ് പോകാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. അതൊന്നും അവർ സ്കിപ്പ് ചെയ്യുമ്പോൾ അത് അവർക്ക് തന്നെയാണ് നഷ്ടമായി വരുന്നത് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസ് വർക്ക്, രാവിലെ പോയി വൈകുന്നേരം വരുന്ന ഒരു ഓഫീസ് വർക്ക്. അപ്പോൾ അവരാണെങ്കിലും അവർക്ക് അവിടെ വർക്ക് പ്രഷർ ഉണ്ടാവും. അപ്പോൾ ആ പ്രഷർ കാരണം അവർ മനസ്സൊക്കെ ഭയങ്കര ടെൻഷൻ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ആ ടെൻഷനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, സമയം കണ്ടെത്തുക. ഓക്കെ. അപ്പം നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്കായിട്ടുള്ള ഒരു സമയം നമ്മൾ മാറ്റി വെക്കണം. മീ ടൈം ആയിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഓക്കെ.
അപ്പം ഇതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ് സെൽഫ് ലവ്, സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്വയം സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളെ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ വാക്ക് നമ്മൾ അതിൻ്റെ അർത്ഥവത്തായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ സെൽഫ് ലവ് നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ ഓട്ടോമാറ്റിക് നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ വരും. നമ്മൾ ഓരോ ഡേയും ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് സെൽഫ് ലവിനെ കുറിച്ച് തന്നെയാണ്, നമുക്ക് തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു കൗൺസിലിങ്ങിനെ കുറിച്ച് നമുക്കൊരു മാനസികമായിട്ടൊരു സമ്മർദ്ദം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അപ്പം നമ്മൾ നല്ല മാനസികമായ സമ്മർദ്ദത്തിലൂടെയാണ് നമ്മൾ പെട്ടെന്ന് ഒരു കൗൺസിലിങ്ങിനെ കാണണം എന്നാണ് ചിന്തിക്കുക. പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളൊരു കൗൺസിലിങ്ങിൻ്റെ അടുത്ത് പോയി അവരോട് നമ്മളെ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും ഏറ്റവും ബെറ്ററാണ് നമ്മളോട് തന്നെ നമ്മളാണ് കൗൺസിലർ ആവേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ. നമ്മളാണ് കൗൺസിലർ ആവേണ്ടത്. നമ്മൾ വേറെ ആരോട് പോയി പറയുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ സ്വയം ഒരു മുറിയിലിരുന്ന് ഒരു ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സ്വന്തം ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മളൊരു കൗൺസിലറുടെ അടുത്ത് പോകുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് അതിനൊരു പരിഹാരം നമുക്ക് സ്വന്തമായിട്ട് കൗൺസിലിംഗ് ചെയ്താൽ കിട്ടാൻ പറ്റും. അപ്പോൾ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ കൗൺസിലിങ്ങിലെ ഏറ്റവും ബെറ്റർ സെൽഫ് കൗൺസിലിംഗ് ഈസ് ബെസ്റ്റ് ചോയ്സ്. ഓക്കെ, അപ്പോൾ ഓക്കെ, എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.